ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ യുണൈറ്റഡ് നേഷൻസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ഇയേഴ്സ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സംഘടന ഓരോ വർഷവും ഒരു സ്പെസിഫിക് ഇയർ ആയിട്ട് ആഘോഷിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആ ഇൻ്റർനാഷണൽ ഇയേഴ്സ് ആയിട്ട് ആഘോഷിച്ച വർഷങ്ങളും അവയിൽ എന്തൊക്കെയാണ് അങ്ങനെ ഇൻ്റർനാഷണൽ ഇയേഴ്സ് ആയിട്ട് ആഘോഷിച്ചത്, അതിൻ്റെ തീംസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എയിം തൊട്ട് തന്നെ തുടങ്ങാം. ആദ്യം നമുക്ക് പറയാനുള്ളത് എന്താണ്, സിൻസ് 1959 the UN has designated international years in order to draw attention to major issues and to encourage international action to address concerns which have global importance and ramifications. അപ്പോൾ ഈ പരിപാടി, ഈ ഒരു ആഘോഷം, ഓക്കെ, ഇൻ്റർനാഷണൽ ഇയേഴ്സ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് UN ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 1959 1959 UN ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഓർഡർ ടു ഡ്രോ അറ്റൻഷൻ, ഒരാളുടെ അല്ലെങ്കിൽ ലോക സമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനാണ്. ഏറ്റവും മേജർ ഇഷ്യൂസ്, പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനും, ആൻഡ് ടു എൻകറേജ് ഇൻ്റർനാഷണൽ ആക്ഷൻ ടു അഡ്രസ് കൺസേൺസ്. ഓക്കെ, ആ ശ്രദ്ധ ക്ഷണിക്കാനും അവരുടെ ഇടപെടൽ ഈ കാര്യങ്ങളിൽ, പല കാര്യങ്ങൾ, അപ്പം അത് പൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ റെഫ്യൂജി ക്രൈസിസ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടലും ഉറപ്പാക്കുന്നതിന് വേണ്ടി UN തുടങ്ങിയ ഒരു പുതിയ കൺസെപ്റ്റാണ് 1959 UN ആരംഭിച്ച കൺസെപ്റ്റാണ് ഇൻ്റർനാഷണൽ ഇയേഴ്സ് എന്ന് പറയുന്നത്, അന്താരാഷ്ട്ര വർഷങ്ങൾ. അപ്പോൾ 1959-1960 ആ ഒരു പീരീഡിൽ നമ്മൾ UN ആദ്യമായിട്ട് വേൾഡ് റെഫ്യൂജി ഇയർ ആയിട്ടാണ് ആഘോഷിച്ചത്. 1959-1960 UN ആഘോഷിച്ചത് എന്തായിട്ടാണ്? വേൾഡ് റെഫ്യൂജി ഇയർ ആയിട്ടാണ്, അഭയാർത്ഥി വർഷമായിട്ടാണ് UN ആഘോഷിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ 2024 തൊട്ട് തന്നെ തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഇത് UN-ൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നെടുത്ത സ്ക്രീൻഷോട്ടാണ്, അതുകൊണ്ടൊരു ഡൗട്ടിന് ഇടവരേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 2024 തൊട്ട് തന്നെ തുടങ്ങാം. 2024, അപ്പോൾ അത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിഡ്സ് ആയിട്ട് ആചരിക്കുവാനാണ് UN തീരുമാനിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിഡ്സ് അത് 2024 ആയിട്ട് ആഘോഷിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാമലിഡ്സ് എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങളുടെ വർഗ്ഗത്തിൽപ്പെട്ട അനിമൽസിനെയാണ് ക്യാമലിഡ്സ് എന്ന് പറയുന്നത്. അടുത്ത 2022 അതിൽ ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഇയർ ഫോർ ആർട്ടിസണൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ. അതിൻ്റെ വർഷമായിട്ട് ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് 2022 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ആർട്ടിസണൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ 2022. അടുത്ത 2019 അത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഇൻഡിജീനസ് ലാംഗ്വേജസ്. ഓക്കെ, അപ്പോൾ ഇൻഡിജീനസിൻ്റെ സ്പെല്ലിങ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക, അത് സ്പെൽ ചെക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സ്പെല്ലിംഗ് ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഇൻഡിജീനസ് ലാംഗ്വേജസ്, ഇൻഡിജീനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരമ്പരാഗതമായ, തനതായ. അപ്പോൾ ഇൻഡിജീനസ് ലാംഗ്വേജസിൻ്റെ വർഷമായിട്ടാണ് 2019 ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മോഡറേഷൻ, മൃദു സമീപനത്തിൻ്റെ വർഷമായിട്ടും 2019 ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ദി പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ എലമെൻറ്റ്സ്, പീരിയോഡിക് ടേബിളിൻ്റെയും കെമിക്കൽ എലമെൻറ്റ്സിൻ്റെയും വർഷമായിട്ടും 2019 ആഘോഷിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് UN 2019 ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നാൽ 2018 UN സ്പെസിഫിക് ആയിട്ടൊരു തീമൊന്നും കൊണ്ടുവന്നിട്ടില്ല, പ്രത്യേക വർഷമായിട്ട് 2018 ആചരിക്കുന്നില്ല. എന്നാൽ 2017 എന്തായിട്ടാണ് ആചരിച്ചത്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം ആൻഡ് ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ടൂറിസവും അതിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് UN ആചരിച്ച വർഷമാണ് 2017. ഓക്കെ, അടുത്തത് 2016. അതെന്തായിട്ടാണ് ആഘോഷിച്ചത്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പൾസസ് ആയിട്ടാണ് ആഘോഷിച്ചത്. എന്തായിട്ടാണ്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പൾസസ് ആയിട്ടാണ് 2016 ആഘോഷിച്ചത്. പൾസസ്, പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളാണ് പൾസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പൾസസ് ആയിട്ട് UN ആഘോഷിച്ചത് 2016. അതുപോലെ തന്നെ 2015 UN ആഘോഷിച്ചത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് ആൻഡ് ലൈറ്റ് ബേസ്ഡ് ടെക്നോളജീസ്, ലൈറ്റും ലൈറ്റ് ബേസ്ഡ് ടെക്നോളജീസിൻ്റെയും വർഷമായിട്ട് UN ആഘോഷിച്ചത് 2015 2015. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോയിൽസ് ആയിട്ട് UN ആഘോഷിച്ചതും 2015. ഓക്കെ, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോയിൽസ് ആയിട്ട് UN ആഘോഷിച്ചത് 2015. അപ്പോൾ ഇത് രണ്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്തത് 2014. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് UN അന്ന് ഒബ്സർവ് ചെയ്തത്. അപ്പോൾ അത് 2014 എന്ന ഇയർ UN ഒബ്സർവ് ചെയ്തത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോളിഡാരിറ്റി വിത്ത് ദി പലസ്തീൻ പീപ്പിൾ, പലസ്തീൻ പീപ്പിളുമായിട്ടുള്ള ഐക്യദാർഢ്യം, ആ ഐക്യദാർഢ്യത്തിൻ്റെ വർഷമായിട്ട് UN തിരഞ്ഞെടുത്തത് 2014.
അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സ്മാൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ്, സ്മാൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സിൻ്റെ വർഷമായിട്ട് തിരഞ്ഞെടുത്തത് 2014. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്രിസ്റ്റലോഗ്രാഫിയുടെ വർഷമായിട്ട് UN തിരഞ്ഞെടുത്തത് 2014. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫാമിലി ഫാമിങ്ങിൻ്റെ വർഷമായിട്ടും UN തിരഞ്ഞെടുത്തത് 2014. അപ്പോൾ എന്തൊക്കെയാണ്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോളിഡാരിറ്റി വിത്ത് ദി ഫലസ്തീൻ പീപ്പിൾ, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സ്മാൾ ഐലൻഡ്സ് ഡെവലപ്ഡ് സ്റ്റേറ്റ്സ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്രിസ്റ്റലോഗ്രഫി, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫാമിലി ഫാമിംഗ്. ഓക്കെ, അടുത്തത് 2013. അപ്പോൾ 2013 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് വാട്ടർ കോർപ്പറേഷൻ്റെ വർഷമായിട്ടാണ് UN ആചരിച്ചത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്യുനോവ. ഓക്കെ, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് വാട്ടർ കോർപ്പറേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്യുനോവ, അത് 2013. ഓക്കെ, അപ്പോൾ 2012 എന്തായിട്ടാണ് ആചരിച്ചത്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സിൻ്റെ വർഷമായിട്ട് ആചരിച്ചത് 2012. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ എനർജി ഫോർ ആൾ. ഓക്കെ, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ എനർജി ഫോർ ആൾ. ഇത് രണ്ടും UN ഒബ്സർവ് ചെയ്തത് ഏത് വർഷമാണ്? 2012. ഓക്കെ, അടുത്തത് 2011. അത് UN ഒബ്സർവ് ചെയ്തത് ഇൻ്റർനാഷണൽ ഇയർ ഫോർ പീപ്പിൾ ഓഫ് ആഫ്രിക്കൻ ഡിസെൻറ്റ്. ഓക്കെ, ആഫ്രിക്കൻ ഒറിജിനായിട്ടുള്ള പീപ്പിൾസിൻ്റെ വർഷമായിട്ട് UN ആചരിച്ചത് 2011. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി ആയിട്ട് ആചരിച്ചത് 2011. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫോറസ്റ്റ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് യൂത്ത്. ഓക്കെ, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് യൂത്ത് വരുമ്പോൾ അത് എങ്ങനെയാണ്? 2010 ഓഗസ്റ്റ് 12 മുതൽ 2011 ഓഗസ്റ്റ് 11 വരെയാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് യൂത്ത് ആഘോഷിച്ചത്. അപ്പോൾ അത് 2010ലും 2011ലും വരും. ഏതൊക്കെയാണ്? ഇൻ്റർനാഷണൽ ഇയർ ഫോർ പീപ്പിൾ ഓഫ് ആഫ്രിക്കൻ ഡിസെൻറ്റ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് യൂത്ത്. ഓക്കെ, അടുത്തത് 2010. അപ്പോൾ 2010 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് യൂത്ത് ആയിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇതെന്താണ്? 2010 12 ആഗസ്റ്റ് മുതൽ 11 ആഗസ്റ്റ് 2011 വരെയാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് യൂത്ത്. അപ്പോൾ അത് 2010ലും വരും, 2011ലും വരും. അടുത്തത് ഇൻ്റർനാഷണൽ ഇയർ ഫോർ ദി റാപ്രോച്ച്മെൻറ്റ് ഓഫ് കൾച്ചേഴ്സ്. ഓക്കെ, റാപ്രോച്ച്മെൻറ്റ് ഓഫ് കൾച്ചർ, വിവിധതരം സംസ്കാരങ്ങളുടെ ഒരു സംഗമം. അതിൻ്റെ വർഷമായിട്ട് UN ആചരിച്ചത് 2010. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യ വർഷമായിട്ട് ആഘോഷിച്ചത് 2010. ഓർത്തു വയ്ക്കുക, ജൈവ വൈവിധ്യ വർഷം 2010. ഓക്കെ, ജൈവ വൈവിധ്യ വർഷം. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ബയോഡൈവേഴ്സിറ്റി 2010. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ദി സീഫെയറർ. ഓക്കെ, സീഫെയറർ എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ സഞ്ചാരി, നാവികൻ. അവരുടെ വർഷമായിട്ട് UN ഒബ്സർവ് ചെയ്തത് 2010. ഏത് വർഷമാണ്? 2010. ഓക്കെ, അടുത്തത് 2009. 2009 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് റീകൺസീലിയേഷൻ. ഓക്കെ, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് റീകൺസീലിയേഷൻ, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നാച്ചുറൽ ഫൈബേഴ്സ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ലേണിംഗ്. ഓക്കെ, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് അസ്ട്രോണമി ആൻഡ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഗൊറില്ല. ഓക്കെ, ഇയർ ഓഫ് ദി ഗൊറില്ല. അപ്പോൾ ഇയർ ഓഫ് ദി ഗൊറില്ല ആയിട്ട് ആഘോഷിച്ചത് UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവറോൺമെൻറ്റൽ പ്രോഗ്രാം, ആൻഡ് യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇത് രണ്ടുമാണ് ഇയർ ഓഫ് ഗൊറില്ല ആയിട്ട് 2009 ആചരിച്ചത്. UN ആചരിച്ചത് എന്തൊക്കെയാണ്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് റീകൺസീലിയേഷൻ ആയിട്ടും, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നാച്ചുറൽ ഫൈബേഴ്സ് ആയിട്ടും, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ലേണിംഗ് ആയിട്ടും, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് അസ്ട്രോണമി ആയിട്ടും 2009 ആഘോഷിച്ചു. അടുത്തത് എന്താണ്? 2008. അപ്പോൾ 2008 UN ആഘോഷിച്ചത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാനറ്റ് എർത്തിൻ്റെ എന്താണ് ഔദ്യോഗിക വർഷമായിട്ട്, ഇൻ്റർനാഷണൽ ഇയർ ആയിട്ട്, അന്താരാഷ്ട്ര വർഷമായിട്ട് UN ആഘോഷിച്ചത് 2008. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ലാംഗ്വേജസ്, ഭാഷയുടെ വർഷമായിട്ട് UN ആചരിച്ചത് 2008. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സാനിറ്റേഷൻ്റെ വർഷമായിട്ട് UN ആചരിച്ചത് 2008. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ദി പൊട്ടാറ്റോയുടെ ഇൻ്റർനാഷണൽ ഇയർ ആയിട്ട് UN ആചരിച്ചതും 2008. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഏതൊക്കെയാണ്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാനറ്റ് എർത്ത്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ലാംഗ്വേജസ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സാനിറ്റേഷൻ, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ദി പൊട്ടാറ്റോ. അപ്പോൾ ഇത് എല്ലാം 2008. അടുത്ത 2007-2008 ആ ഒരു പീരീഡിൽ UN ആഘോഷിച്ചത് ഇൻ്റർനാഷണൽ പോളാർ ഇയർ ആയിട്ടാണ്, ധ്രുവ വർഷമായിട്ടാണ് UN ആഘോഷിച്ചത്. ഇൻ്റർനാഷണൽ പോളാർ ഇയർ 2007-2008. ഓക്കെ, അടുത്തത് 2006 ആണ്. അത് UN ആചരിച്ചത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഡെസേർട്സ് ആൻഡ് ഡെസേർട്ടിഫിക്കേഷൻ. എന്താണ്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഡെസേർട്സ് ആൻഡ് ഡെസേർട്ടിഫിക്കേഷൻ, മരുഭൂമിയുടെയും മരുഭൂമിവൽക്കരണത്തിൻ്റെയും വർഷമായിട്ട് UN ആഘോഷിച്ചത് 2006 ആണ്. ഓക്കെ, 2006.
2005 എന്തായിട്ടാണ് ആഘോഷിച്ചത്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മൈക്രോ ക്രെഡിറ്റ്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മൈക്രോ ക്രെഡിറ്റ്, ഇൻ്റർനാഷണൽ ഇയർ ഫോർ സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ്. ഓക്കെ, ഫിസിക്സ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മൈക്രോ ക്രെഡിറ്റ്, ഇൻ്റർനാഷണൽ ഇയർ ഫോർ സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ്. ഇതെല്ലാം 2005 ആണ്. അടുത്തത് 2004 ആണ്. അപ്പോൾ 2004 ഇൻ്റർനാഷണൽ ഇയർ ടു കമ്മമറേറ്റ് ദി സ്ട്രഗിൾ എഗെയിൻസ്റ്റ് സ്ലേവറി ആൻഡ് ഇറ്റ്സ് അബോളിഷൻ. അപ്പോൾ സ്ലേവറി, അടിമത്തവും അതിൻ്റെ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോരാട്ടങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് UN ആഘോഷിച്ച വർഷമാണ് 2004. ഓക്കെ, 2004 ഇൻ്റർനാഷണൽ ഇയർ ടു കമ്മമറേറ്റ് ദ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് സ്ലേവറി ആൻഡ് ഇറ്റ്സ് അബോളിഷൻ. അടുത്തത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് റൈസ്, അത് 2004 ആണ്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് റൈസ് 2004 ആണ്. അപ്പോൾ ഇത് രണ്ടും 2004 ആണ്. ഏതൊക്കെയാണ്? ഇൻ്റർനാഷണൽ ഇയർ ടു കമ്മമറേറ്റ് സ്ട്രഗിൾ എഗെയിൻസ്റ്റ് സ്ലേവറി ആൻഡ് ഇറ്റ്സ് അബോളിഷൻ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് റൈസ്. അടുത്തത് 2003 ആണ്. അത് ഇയർ ഓഫ് കിർഗിസ്ഥാൻ സ്റ്റേറ്റ്ഹുഡ്. ഓക്കെ, കിർഗ്സ് സ്റ്റേറ്റ്ഹുഡ് ആയിട്ട് UN ആഘോഷിച്ചത് 2003 ആണ്. ഇയർ ഓഫ് കിർഗ്സ് സ്റ്റേറ്റ്ഹുഡ്. അടുത്തത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫ്രഷ് വാട്ടർ ആയിട്ടും UN ആഘോഷിച്ചത് 2003 ആണ്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫ്രഷ് വാട്ടർ ആയിട്ടും UN ആഘോഷിച്ചത് 2003 ആണ്. ഓക്കെ, അടുത്തത് 2002 ആണ്. ഓക്കെ, 2002 UN ആഘോഷിച്ചത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മൗണ്ടെയ്ൻസ് ആയിട്ടും ഇൻ്റർനാഷണൽ ഇയർ ഓഫ് എക്കോ ടൂറിസം ആയിട്ടും യുണൈറ്റഡ് നേഷൻസ് ഇയർ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ടുമാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മൗണ്ടെയ്ൻസ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് എക്കോ ടൂറിസം, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇത് മൂന്നുമായിട്ട് എന്താണ് UN ആചരിച്ചത് 2002 ആണ്. ഓക്കെ, 2002 ആണ്. അടുത്തത് 2001 ആണ്. അത് UN ആഘോഷിച്ചത് യുണൈറ്റഡ് നേഷൻസ് ഇയർ ഓഫ് ഡയലോഗ് ആൻഡ് സിവിലൈസേഷൻസ്, ഡയലോഗ് എമോങ് സിവിലൈസേഷൻസ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് വോളണ്ടിയേഴ്സ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മൊബിലൈസേഷൻ എഗെയിൻസ്റ്റ് റേസിസം, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സെനോഫോബിയ ആൻഡ് റിലേറ്റഡ് ഇൻടോളറൻസ്. അതുമായിട്ട് ആഘോഷിച്ചതാണ് 2001. അടുത്ത 2000 ആഘോഷിച്ചത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് താങ്ക്സ് ഗിവിംഗ് ആൻഡ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കൾച്ചർ ആൻഡ് പീസ്. ഓക്കെ, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കൾച്ചർ ആൻഡ് പീസ്. ഓക്കെ, അടുത്ത 1999 UN ആഘോഷിച്ചത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഓൾഡർ പീപ്പിൾസ് ആണ്. ഓക്കെ, ഓൾഡർ പേഴ്സൺസിൻ്റെ ഇയർ ആയിട്ടാണ് 1999 ആഘോഷിച്ചത്. 1998 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ദി ഓഷൻസിൻ്റെ വർഷമായിട്ട് UN ആഘോഷിച്ചത് 1998 ആണ്. 1996 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ദി ഫോർ ദി ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ വർഷമായിട്ട് UN ആഘോഷിച്ചത് 1996 ആണ്. അടുത്ത 1995 അത് യുണൈറ്റഡ് നേഷൻസ് ഇയർ ഫോർ ഇൻടോളറൻസ്. ഓക്കെ, ഇൻടോളറൻസ് അത് ആഘോഷിച്ചത് 1995 ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൂ. ഇനി അങ്ങോട്ട് പിറകിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണ്. എന്നാൽ നമ്മൾ 2000 ശേഷമുള്ള മേജർ ഇയേഴ്സ് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ചെറിയ ചുമയും പനിയൊക്കെയാണ്, അതുകൊണ്ട് സൗണ്ട് അത്ര ക്ലിയർ അല്ല കേട്ടോ, അത് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.